നിലമ്പൂരിലെ DFO ഓഫീസ് ആക്രമിച്ചത് PV അൻവറിന്റെ സാന്നിധ്യത്തിലും പ്രേരണയിലുമെന്ന റിമാൻഡ് റിപ്പോർട്ട് 35,000 രൂപയുടെ നാശനഷ്ടമുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. മുഹമ്മദ് അസ്ലം കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. അസ്ലം, എന്താണ് റിമാൻഡ് റിപ്പോർട്ടിന്റെ വിശദാംശം? നിഷാദ്, നിലമ്പൂർ കോടതിയിൽ സമർപ്പിച്ച ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലാണ് DFO ഓഫീസിനകത്ത് അവർ നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ച് പറയുന്നത്. PV അൻവറിന്റെ സാന്നിധ്യത്തിലും പ്രേരണയിലും 2 മുതൽ 5 വരെയുള്ള പ്രതികൾ അതിനകത്ത് കയറുകയും അവിടുത്തെ സാധന സാമഗ്രികൾ അടിച്ചു തകർക്കുകയും അവിടെ അതിന് തടയാൻ ശ്രമിച്ച പോലീസുകാരെ നിലത്തിട്ട് ചവിട്ടുകയും ചെയ്തെന്ന് പറയുന്നു. 35,000 രൂപയുടെ നഷ്ടമാണ് DFO ഓഫീസിന് ഉണ്ടായിരിക്കുന്നത്. അതിൽ ഫാന്, അതോടൊപ്പം തന്നെ ക്ലോക്ക് ഉൾപ്പെടെയുള്ള അവിടുത്തെ സാധന സാമഗ്രികൾ നശിപ്പിച്ചിട്ടുണ്ട്. അതാണ് പൊതുമുതൽ നഷ്ടം നടത്തിൽ PDPP ആക്ട് ചുമത്താനുള്ള കാരണമായി പറയുന്നത്. 2, ഈ അക്രമത്തിന് അൻവറിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു, അൻവറിന്റെ പ്രേരണ ഉണ്ടായിരുന്നു എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ മറ്റ് വിശദാംശങ്ങൾ കൂടി പറയുന്നുണ്ട്. 11 മണിക്ക് അവിടെ എത്തിച്ചേരുന്നു, പിന്നെ അവിടുന്ന് പ്രതിഷേധം നടന്നു, പിന്നെ അതിക്രമിച്ചു കയറുന്നു, അടിച്ചു തകർക്കുന്നു, എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട പോയിന്റുകൾ 2 ഒന്ന്, PV അൻവറിന്റെ സാന്നിധ്യത്തിലും പിന്നെ പ്രേരണയിലുമാണ് 2 മുതൽ 5 വരെയുള്ള പ്രതികൾ അതിനകത്ത് കയറി അക്രമം കാണിച്ചത്. അതിൽ 35,000 രൂപയുടെ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം PV അൻവറിന്റെ അഭിഭാഷകർ സ്വാഭാവികമായിട്ടും ഇതിനെ എതിർക്കും. അവർ ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 7 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാൻ കഴിയുന്ന ഒരു കുറ്റം ചുമത്തി കഴിഞ്ഞാൽ അയാൾക്ക് ചോദ്യം ചെയ്യാൻ ആദ്യം നോട്ടീസ് നൽകുക എന്നുള്ള, അറസ്റ്റ് അല്ല വേണ്ടത്, നോട്ടീസ് നൽകുകയാണ് വേണ്ടത് എന്ന് സുപ്രീം കോടതി നിർദ്ദേശമുണ്ട്. അത് അത്തരമൊരു ഈ ചുമത്തിയ വകുപ്പുകളും തന്നെ 7 വർഷത്തിൽ കൂടുതൽ കുറ്റം ലഭിക്കാൻ കഴിയുന്നതല്ല. മാത്രമല്ല MLA പോലെ അവിടെ സജീവ സാന്നിധ്യമായുള്ള ഒരാളെ അയാൾ എവിടെയെങ്കിലും അബ്സ്കോണ്ടിങ് ആവും അല്ലെങ്കിൽ ഒളിഞ്ഞു പോയിരിക്കും എന്നുള്ള ഒന്നും സംശയിക്കാത്ത ഒരാളിനെതിരെ ഇപ്പോൾ നടത്തിയ നടപടി എന്തായാലും അത് അതിര് കവിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അറസ്റ്റിന് തന്നെ ആവശ്യമില്ല, നോട്ടീസ് കൊടുത്താൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തുമായിരുന്ന MLAക്കെതിരെ ഉണ്ടായ നടപടി അതിക്രമമാണ്. അതുകൊണ്ട് തന്നെ അതിൽ ജാമ്യം വേണമെന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നവർ. ആ ജാമ്യം കിട്ടുന്ന പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നത്. കാരണം സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇത്തരത്തിലുള്ള കേസുകൾ, പ്രത്യേകിച്ച് PDPP ആക്ട് ആണെങ്കിൽ പോലും 3-4 വർഷമൊക്കെ മാത്രം ശിക്ഷ ലഭിക്കാൻ സാധ്യതയുള്ള കേസുകളാണ്. അത്തരം കേസുകൾക്ക് നോട്ടീസ് നൽകി അയാളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ മതിയായിരുന്നു, അറസ്റ്റിന്റെ ആവശ്യമില്ലായിരുന്നു എന്നുള്ളത്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജാമ്യം വേണമെന്ന് ആവശ്യപ്പെടും. സ്വാഭാവികമായിട്ടും പോലീസ് ഈ റിമാൻഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ വാദഗതികൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നതാലും നിലമ്പൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് 11 മണിക്ക് ഇപ്പോൾ അത് സമർപ്പിക്കും, ജാമ്യം സമർപ്പിക്കും. എപ്പോൾ പരിഗണിക്കുക എന്നുള്ളത് മജിസ്ട്രേറ്റ് ആയിരിക്കും തീരുമാനിക്കുക. ഇപ്പോൾ തന്നെ പരിഗണിക്കുന്നുണ്ടോ അത് ഉച്ചയ്ക്ക് ശേഷം മാറ്റിവെക്കുമെന്ന് അറിയില്ല. എന്തായാലും ഇപ്പോൾ തന്നെ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നുണ്ട്. മജിസ്ട്രേറ്റിന്റെ തീരുമാനം നമ്മൾ കാത്തിരിക്കുകയാണ് എപ്പോൾ പരിഗണിക്കുന്നുള്ളത്. പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നേരത്തെ നമ്മൾ റിമാൻഡ് റിപ്പോർട്ടിൽ വെച്ച് അതിന്റെ അടിസ്ഥാനത്തിലുള്ള കൃത്യമായ വാദം ഉണ്ടാവും. അതോടൊപ്പം തന്നെ എതിർവാദം ഉന്നയിച്ചുകൊണ്ട് അഭിഭാഷകൻ സഫറുള്ള ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ നേതൃത്വത്തിൽ വാദം നടക്കുകയും ചെയ്യും. അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.